കൊള്ളാം. വലിയ ലാഭമൊന്നുമില്ല, കുഴപ്പമില്ല. നല്ല അഭിനയമാണ് രണ്ടുപേരും. അല്ല കോമഡിയും അല്ല, എന്നാൽ കോമഡിയും ഉണ്ടെന്നാലും ഒരു പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവമാണ്. അങ്ങനെ കൊള്ളാം, പടം കൊള്ളാം, നല്ല പടം, സൂപ്പറായിട്ടുണ്ട്. സുരാജൻ കൊള്ളാം, ബിജുമേനൻ കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ സാധാരണ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവം. നല്ല പടം, നല്ല സൂപ്പർ പടം, ഇഷ്ടപ്പെട്ട നല്ല ഫാമിലി ഒരു പിക്ചറാണ് കേട്ടോ. നന്നായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു നല്ല പിക്ചറാണ്. നല്ല കോമ്പിനേഷൻ അവരുടെ. നമുക്കിപ്പം ഒരു കെയർ നമ്മൾ പ്രതീക്ഷിക്കില്ല, അത് സെക്സ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കെയർ ആയിട്ടുള്ള പോകുമ്പോഴത്തേക്കും സദാചാരമായിട്ട് തോന്നുന്നവർക്ക് ഒരു കൂട്ടം ഉണ്ടാവും. അവർക്ക് ഇന്നാളത്തെ ഒരു ദേഷ്യമുണ്ട്, ആ ദേഷ്യത്തിന്റെ ഒരു പ്രമേയത്തും അതിന്റെ പുറകെ വരുന്ന നൂലാമാലകളായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രമേയമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും സദാചാര കണ്ണുകളോടെ കാണുന്ന കുറച്ച് പേർക്കെതിരായിട്ടുള്ള ഒരു പടമാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, കുടുംബജീവിതത്തിൽ ഇപ്പം ഇപ്പം പരസ്പരം പാർട്ട്നേഴ്സ് ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചല് പോകേണ്ടത്. അപ്പം ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ അത് ഇപ്പം കിട്ടുന്നൊരു അത് സെക്സ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തന്നെ അവരായിട്ടുള്ള സംസാരം, ഇപ്പം എപ്പോഴും നമ്മൾ അങ്ങോട്ടും സംസാരിക്കാൻ ഒരു അടുത്തൊരാൾ വേണമെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഭർത്താവിനായിരുന്നാലും കൂടുതലുള്ളവർക്കായിരുന്നാലും ഒരു പൊസസീവ്സിന് ഉണ്ടാവും, അവർക്കൊരു സദാചാരമായിട്ടുള്ള കണ്ണുകളോടെ നോക്കും. അങ്ങനത്തെ ഒരു കാര്യങ്ങളോട് നോക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ട് വരുന്ന കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ആ ഒരു ദൂലാമലയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നടന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. അതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു അവരുടെ കുഴപ്പമില്ല. പോലീസ് സ്റ്റേഷനിൽ അവരുടെ ആ ഒരു ഹ്യൂമർ സെൻസ് കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ലൊരു പടമാണ്. ബിജുമോൻ ചേട്ടൻ്റെയും കുഞ്ഞാറേട്ടൻ്റെയും നല്ലൊരു പടമാണ്. ഇതെല്ലാവരും വന്ന് കാണണമെന്നാണ് നമ്മുടെ ഒരു അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ആണ് അവർ ഇത് ചെയ്തിരിക്കുന്ന സിനിമ. അത് കുറച്ചുകൂടെ നല്ലതാണ്. മറ്റൊരു അവയർനെസ് ആണ് ഇത് ഈ സിനിമ കാണുമ്പോൾ തന്നെ. കാരണം നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ്. നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കൊച്ചു കൊച്ചു സംശയങ്ങളിലാണ് ഈ ഓരോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടി മാറും എല്ലാവരും ലൈഫിൽ. പടം കുഴപ്പമില്ല, ഒരു ഫാമിലി പടമാണ്. അതായത് ഫാമിലി ആയിട്ട് എന്താ പറയുക, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഒരു റെസിഡൻസ് ഏരിയയിൽ താമസിക്കുന്നു. അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അതായത് നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടം. പെർഫോമൻസ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. സുരാജ്, ബിജുമേനോൻ, ശ്രുതി, അതുപോലെ തന്നെ ആരാണ് നമ്മുടെ ഇതിന്റെ പേരയ്യോ, നമ്മുടെ ജോണി ആന്റണി, എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. ശ്രുതി സ്ഥിരതയാർന്ന ഒരു ഇങ്ങനെ പെർഫോമൻസ് ആണ്. അതായത് ഒരു വീട്ടമ്മ ആ ഒരു പാറ്റേൺ പുള്ളിക്കാരി ഇപ്പം 4-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും നല്ല അഭിനയിക്കാൻ കഴിവുണ്ട് അവർക്ക്. അവർ നല്ല പെർഫോമറാണ്. അങ്ങനെ ഓവറോൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിരിക്കുന്ന ബിജുമേനോൻ തന്നെ. ബിജുമേനോൻ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അതെന്താണെന്ന് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം എന്നാ ഒരു സസ്പെൻസ് പോകും, ചെറിയൊരു സസ്പെൻസ് ഉണ്ട് അതിൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി മൂവി നമുക്ക് കണ്ടിരിക്കാൻ കുഴപ്പമില്ല. കൊള്ളാം ബ്രോ, ഒരു ആവറേജ് ആണ് മൂവി. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു പടമാണ്. ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഒന്നുമില്ല, കൊള്ളാം. ഒരു 2 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാം, സമയം കോമഡീസാ കുഴപ്പമില്ല ബ്രോ. കോമഡി ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയാണ്. ഒരു ലാഗുമില്ല, മിക്കവാറും സൂപ്പർ ഹിറ്റ് ആവും. അത്രയും നല്ല ഫിലിമ, കഥയും തിരക്കഥയും എല്ലാം ശരിക്കും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ ഒരു മെസ്സേജും കൂടെ ഉള്ള നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയും കൂടെയാണ്. സൂപ്പറാണ്, ഒരു നെഗറ്റീവും പറയാനില്ല, അടിപൊളിയാണ്. അഭിനയത്തിൽ സുരാജും ബിജുമേനോനും അവരുടെ രണ്ടുപേരെയും ഫിലിമാണ്. പിന്നെ മറ്റേ ലിജോ മോൾ നായിക, അവളുടെ സിനിമ. പിന്നെ ജോണി ആൻ്റണി നല്ല ഒരു പോലീസ് വേഷം, നല്ല ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ്. എന്തായാലും സൂപ്പർ. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പലതിനെതിരെയുള്ള ഒരു മെസ്സേജാണ്. പിന്നെ ഒരു സറ്റൈറിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ശരിക്കും നടക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു പാഠം കൂടെ. ഇപ്പോൾ ആവറേജ് മൂവിയാണ്, നന്നായിട്ടുണ്ട്. ബിജുമേനോൻ തകർത്തിട്ടുണ്ട്, കുഴപ്പമില്ല. വലിയൊരു ഇതില്ല, ബിജുമേനോനാണ് മെയിനായിട്ടുള്ളത്. നന്നായിട്ടുണ്ട്, നല്ല സിനിമയായിരുന്നു. വർത്താണ്, കുഴപ്പമില്ല. ഒരു ചെറിയൊരു പ്ലോട്ടാണ്, അതിന് വളരെ നന്നായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. മോശമൊന്നുമില്ല, നല്ലൊരു ഇഷ്ടപ്പെടും, നല്ല പടമാണ്. കൊള്ളാം. ബിജുമേനോൻ നല്ല കലക്കിയിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, നടന്ന ശരിക്കും ഫാമിലിയിൽ നടക്കുന്നതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു പരിധിവരെ കുട്ടികൾക്ക് അത്ര ഇതല്ല, ഫാമിലീസിന് ഇഷ്ടപ്പെടും. ഒരു അഡൾട്ട് ആ ഒരു രീതിയിൽ ഉള്ള സിനിമയാണ്, നന്നായിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു കൊള്ളാം. വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ്. കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം, ബോറടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. മെസ്സേജ് പൊതുവേ ഉള്ളൊരു മനസ്സിൻ്റെ ചിന്താഗതി അങ്ങനെയൊക്കെ ഓക്കെയാണ്, കൊള്ളാം.